ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല, ഇറാൻ അമേരിക്കയെ ആക്രമിച്ചില്ല. ഇവർ ആക്രമിച്ചേക്കാം എന്നൊരു പേര് പറഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ഈ ഇസ്രായേലും അമേരിക്കയും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചത്. എന്നാൽ ഞാനൊരു സമാധാന പ്രസിഡന്റാണ്, ഞാൻ അമേരിക്ക ഇങ്ങനെ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അമേരിക്കക്കാരുടെ ടാക്സ് മണി ആ നികുതി പണം വെറുതെ ചെലവഴിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ യാതൊരു വിധത്തിലുള്ള യുദ്ധത്തിനും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്ന ട്രംപ്, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വർഷം 2025 തന്നെ അദ്ദേഹം 7 രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. യുദ്ധങ്ങളിൽ പോലും പാലിക്കപ്പെടേണ്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഒന്നും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഏറ്റവും അപകടകരമായ യുദ്ധത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രങ്ങൾ പാലിച്ചുകൂടാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന മരണങ്ങളും നഷ്ടങ്ങളെ കുറിച്ചും പൊതുസമൂഹം അറിയുന്നില്ല. കാരണം അവിടെ നടക്കുന്ന ഒരു വാർത്തകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന കർശനമായ നിർദ്ദേശം ഇസ്രായേൽ ഭരണകൂടം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് പൊതുസമൂഹം അറിയാത്തത്. ഇറാന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ആന്റണി സാർ ഒപ്പമുണ്ട്. സാർ, ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം 3 ആഴ്ച പിന്നിടാൻ പോകുകയാണ്. ഒറ്റയടിക്ക് ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞു പോയതാണ് അമേരിക്കയും ഇസ്രായേലും. തുടക്കത്തിൽ അവർ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ഖമനേയിയെ വധിച്ചതുൾപ്പെടെ വലിയ പ്രഹരം ഇറാന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചോ ഇറാൻ? അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇസ്രായേൽ ഇറാനെതിരായി നടത്തുന്ന യുദ്ധം അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭരണകൂട അട്ടിമറി നടത്തി ഭരണത്തെ എതിർക്കുന്ന ആളുകൾക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച യുദ്ധമാണ്. അതുകൊണ്ടാണ് ഈ ആക്രമണത്തിന്റെ ആദ്യത്തെ തവണ തന്നെ അവർ നടത്തിയ ആക്രമണം ഈ ഭരണകൂടത്തിന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയത്. ഇപ്പോൾ പരമോന്നത നേതാവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ആളുകളും ഉൾപ്പെടെ 40-ലേറെ ആളുകൾ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ ഈ ഇന്റർവ്യൂ നടത്തുന്ന സന്ദർഭത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതും ഈ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട അലി ലാരിജാനി വധിക്കപ്പെട്ടു എന്നും, അതുപോലെ തന്നെ ബസീജ് എന്ന് പറയുന്ന അവിടുത്തെ ആഭ്യന്തര സുരക്ഷയുടെ ചുമതലയുള്ള ബസീജിന്റെ മേധാവിയായിട്ടുള്ള ഗുലാം റസ സുലൈമാനി വധിക്കപ്പെട്ടു എന്നുള്ള വാർത്തയുമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭരണതലത്തിന്റെ ഉന്നതങ്ങളിലുള്ള ഏറ്റവും സുപ്രധാനങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ വധിക്കുക എന്ന് പറയുന്ന എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിക്കുന്ന ആക്രമണ രീതിയാണ് ഈ അമേരിക്കയും ഇസ്രായേലും നടത്തുന്നത്. നമ്മൾ എല്ലാവരും പറയും, ഈ അന്തർദേശീയ, അതായത് യുദ്ധങ്ങളിൽ പോലും പാലിക്കപ്പെടേണ്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഒന്നും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഏറ്റവും അപകടകരമായ യുദ്ധത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രങ്ങൾ പാലിച്ചുകൂടാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ വാർ ബൈ ഡീകാപ്പിറ്റേഷൻ എന്നൊരു സങ്കല്പനമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഞാനൊരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു, നിങ്ങൾ മറ്റൊരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു, 2 രാജ്യങ്ങൾ. ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് തർക്കങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, സംഘർഷങ്ങളുണ്ടാവാം. അങ്ങനെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഒരു സാംസ്കാരിക സമൂഹത്തിൽ രാഷ്ട്രങ്ങൾ ചെയ്യുന്നത് എന്താണ്? അവർ പരസ്പരം ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുക. അതിന് പകരം നമ്മൾ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർന്നില്ല എങ്കിൽ സാധാരണ ചെയ്യുന്നത് മൂന്നാമത്തെ മധ്യസ്ഥൻ വന്ന് ഈ ചർച്ചകളിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. അതല്ലെങ്കിൽ അന്തർദേശീയ സ്ഥാപനങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ മറ്റ് അന്തർദേശീയ സ്ഥാപനങ്ങൾ വന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. ഇതാണ് സാധാരണഗതിയിലുള്ള രീതി. ഇതൊക്കെ കഴിയുമ്പോഴാണ് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയാണ് എങ്കിൽ ആ ആക്രമണം അന്തർദേശീയ, ഏറ്റവും പ്രധാനപ്പെട്ട അന്തർദേശീയ സംഘടന, ഐക്യരാഷ്ട്ര സംഘടന ചർച്ച ചെയ്യുകയും അത് ഈ രാജ്യം ചെയ്തത് തെറ്റാണ്, ഈ രാജ്യത്തിനെതിരായ സൈനിക നടപടി തന്നെ മറ്റു രാജ്യത്തിന് എടുക്കാം എന്ന് ഐക്യരാഷ്ട്ര സംഘടന പറയുമ്പോൾ മാത്രമാണ് ഒരു രാജ്യത്തിന് തിരിച്ചടിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ പ്രകാരം ഉള്ളത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല, ഇറാൻ അമേരിക്കയെ ആക്രമിച്ചില്ല. ഇവർ ആക്രമിച്ചേക്കാം എന്നൊരു പേര് പറഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ഈ ഇസ്രായേലും അമേരിക്കയും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചത്. അത് അന്തർദേശീയ നിയമത്തിലെങ്ങും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതല്ല. ഒരു രാജ്യം ആക്രമിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന പേരിൽ മറ്റൊരു രാജ്യത്തിന് ആക്രമിക്കാൻ യാതൊരുവിധ നിയമപരമായ സാധ്യതയുമില്ലാത്ത
നടപടിയാണ് അവർ ചെയ്തത്. അപ്പൊ ആദ്യം അവർ ചെയ്തത് ഈ പറഞ്ഞതുപോലെ ഇറാൻ എന്ന് പറയുന്ന ഭരണവ്യവസ്ഥയുടെ ഏറ്റവും സമുന്നതരായിട്ടുള്ള ആളുകളെ കൊന്നുകൊണ്ട് ഈ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ 3 ലക്ഷ്യങ്ങൾ ഒരുമിച്ച് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവരെല്ലാം നിരന്തരം അമേരിക്കയും ഇറാനും ഇസ്രായേലും ഇറാനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇറാന്റെ ആണവ പദ്ധതി സമ്പൂർണ്ണമായും അവസാനിപ്പിക്കണം, മറ്റൊന്ന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അവസാനിപ്പിക്കണം, 3 ഇറാൻ ഹമാസ് ഹൂതി ഹെസ്ബുള്ള മുതലായ ആളുകൾക്ക് നൽകുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറാവുന്നില്ല. എന്നാൽ ഈ ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലക്ഷ്യം നേടാൻ കഴിയുമെന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് അങ്ങനെ നടത്തിയാൽ ഈ ഭരണകൂടം ഇല്ലാതായി തീരും എന്ന ഒരു ധാരണ, ആ ധാരണ വളരെ തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 3-ാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം നടക്കുമ്പോൾ നാം കാണുന്നത് അവിടുത്തെ ഭരണകൂടത്തിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, ഭരണകൂടത്തിനെതിരായിട്ട് ഒരു സമരമോ ഒരു ജനകീയ രോഷമോ ജനകീയ മുന്നേറ്റമോ ഒന്നും നമ്മൾ കാണുന്നതുമില്ല എന്ന് മാത്രമല്ല, ഒരു രാജ്യത്തെ ഭരണമാറ്റം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമോ രാഷ്ട്രങ്ങളോ ഒരു കാരണവശാലും സ്വീകരിച്ചു കൂടാത്ത ഒരു യുദ്ധമാണ്, അതല്ലെങ്കിൽ ഒരു നടപടിയുമായിട്ടാണ് വാസ്തവത്തിൽ ഇറാനെതിരായിട്ട് അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടങ്ങിയത്. എന്താണ് കാര്യം? ഈ അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ഖമനേയി എന്ന് പറയുന്നയാൾ ഒരു രാഷ്ട്ര തലവൻ മാത്രമല്ല, ഷിയ വിഭാഗത്തിന്റെ ഏറ്റവും പരമോന്നതനായ ഒരു ആത്മീയ ആചാര്യം കൂടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഷിയ രാഷ്ട്രമായിട്ടുള്ള ഇറാന്റെ ആത്മീയ ആചാര്യം കൂടിയായിട്ടുള്ള ഒരു നേതാവിനെ വധിക്കുക, അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഏതാണ്ട് 160-ലേറെ കൊച്ചുകുട്ടികളെ കൊന്നുകൊണ്ട് യുദ്ധം ആരംഭിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭരണകൂടത്തിനെതിരായി നിൽക്കുന്ന ആളുകൾ പോലും ഭരണകൂടത്തിനെതിരാവാതിരിക്കുകയും ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരും. അതാണ് നമ്മൾ ഇറാനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാൻ നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഇറാൻ ഭരണകൂടം തകരുകയല്ല, ഇറാൻ ഭരണകൂടം ശക്തിപ്പെടുകയാണ് ഇതിനെതിരായി എന്നുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഈ നെതന്യാഹുവിന്റെ വാക്കും വിശ്വസിച്ച് ഇറാനെതിരെ ചാടിപ്പുറപ്പെട്ട ട്രംപിന് വലിയ ഷോക്കാണോ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ? അതായത് അമേരിക്കയിലേക്ക് നേരിട്ട് ആക്രമണം ഇല്ല എങ്കിൽ കൂടി അമേരിക്കയെ വേദനിപ്പിക്കുന്ന ഒരുപാട് നഷ്ടങ്ങൾ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. യുദ്ധവിമാനങ്ങൾ തകർന്നതും സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഉൾപ്പെടെ. ഇത് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ യുദ്ധമാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷമായി ഇറാനെതിരായിട്ട് അമേരിക്കയുടെ കൂടി സഹായത്തോടെ അമേരിക്കയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം അദ്ദേഹം കഴിഞ്ഞ 30 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ട്രംപിന് മുമ്പ് ട്രംപ് 1ാമത് തവണ ഇരുന്നപ്പോഴും ട്രംപിന് ശേഷവും ട്രംപിന് മുമ്പും, അതായത് ജോ ബൈഡൻ ആണെങ്കിലും ഒബാമയാണെങ്കിലും ജോർജ് ബുഷ് ആണെങ്കിലും ഇവരാരും തന്നെ ഈ നെതന്യാഹു കുഴിച്ച കുഴിയിൽ വീഴാൻ തയ്യാറായിരുന്നില്ല. അതിന് വളരെ രസകരമായ ഒരു കാര്യം, ഞങ്ങളാരും സമാധാന പ്രസിഡന്റാണ്, ഈ ഫോറവർ വാർ നിരന്തരം അമേരിക്ക ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിലൊന്നും ഞങ്ങളാരും ഇടപെടില്ല എന്നുള്ള അഭിപ്രായക്കാരുമായിരുന്നില്ല. എന്നാൽ ഞാനൊരു സമാധാന പ്രസിഡന്റാണ്, ഞാൻ അമേരിക്ക ഇങ്ങനെ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അമേരിക്കക്കാരുടെ ടാക്സ് മണി ആ നികുതി പണം വെറുതെ ചെലവഴിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ യാതൊരു വിധത്തിലുള്ള യുദ്ധത്തിനും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2ാമത്തെ തവണ അധികാരത്തിൽ വന്ന ട്രംപ്, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ 1ാമത്തെ വർഷം 2025 തന്നെ അദ്ദേഹം 7 രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. എന്നതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ഇപ്പോ ഈ 2026 നാം കാണുന്നത് അദ്ദേഹം തന്നെ സ്വമേധയാ യുദ്ധങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നു. വെനസ്വേലയിൽ ജനുവരി മാസം 3-ാം തീയതി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ ഭവനത്തിൽ പട്ടാളം കടന്നു കയറി അദ്ദേഹത്തെയും ഭാര്യയും പിടിച്ച് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇദ്ദേഹം നാർക്കോ ടെററിസ്റ്റ് ആണെന്നാണ്. ഒരാൾ കുറ്റവാളിയാണെങ്കിൽ ആ കുറ്റം ചാർത്തുകയാണെങ്കിൽ ഒരു അമേരിക്ക പോലെയുള്ള ലോകത്തെ അന്തർദേശീയ രംഗത്ത് ഏറ്റവും സമുന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം ആ വ്യക്തിക്കെതിരായിട്ട് പൊതുജന മധ്യത്തിൽ തെളിവുകൾ നിരത്താൻ തയ്യാറാവണ്ടേ? അങ്ങനെ ഒന്നും തയ്യാറായില്ല. പണ്ട് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് ഇറാഖിൽ, ആളുകളെ കൂട്ടക്കുരു ചെയ്യാനുള്ള ആയുധങ്ങൾ ഇറാഖ് കൂട്ടിവെച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇല്ലാക്കഥ ഉണ്ടാക്കി ഇറാഖിനെ ആക്രമിച്ച പോലെ ഒരു ഇല്ലാക്കഥ ഉണ്ടാക്കി
പിന്നെ വെനസ്വേല എന്ന് പറയുന്ന എണ്ണ സമ്പന്നമായ രാജ്യത്തിന്റെ എണ്ണ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഇപ്പൊ വീണ്ടും എന്താ, ലോകത്ത് മൂന്നാമത്തെ എണ്ണ സമ്പന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് കിട്ടുമെങ്കിൽ അത് നല്ലതാണ് എന്നുള്ള ധാരണയിലാണ് ഈ ഇസ്രായേൽ കുഴിച്ച കുഴിയിൽ ട്രംപ് വീണിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പിന്നെ അവരുടെ F-35 വിമാനങ്ങൾ തകരുന്നു. അവരുടെ ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ എണ്ണ നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ 6 അമേരിക്കൻ വൈമാനികർ പങ്കെടുക്കുന്ന വിമാനം തകർന്ന് മരിച്ചിരിക്കുന്നു. ഏതാണ്ട് 13ഓളം ആളുകൾ അമേരിക്കക്കാർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. അതൊരു ഭാഗത്ത്. 2, ഈ റിപ്പബ്ലിക്കന്മാർ പോലും, അതായത് ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന മാഗയാണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ വിഭാഗം. ആ മാഗ എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വിഭാഗം തന്നെ അതിശക്തമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടല്ലോ അധികാരത്തിൽ വന്നത്, പക്ഷെ നിങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന്, അതായത് ഒരു ദിവസം $2 ബില്യൺ ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിക്കുന്നത്. അത് അമേരിക്കക്കാരന്റെ നികുതി പണമാണ്. അപ്പൊ അങ്ങനെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം തുടരുകയാണ്. അതിന്റെ ഇടയ്ക്ക് അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അമേരിക്കയിൽ ഏറ്റവും വില കൂടിയ ഈ പറഞ്ഞ F-35 പോലെയുള്ള വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് അങ്ങനെ നഷ്ടമുണ്ടാകുന്നു. അതിനേക്കാൾ എല്ലാം ഉപരിയായി നമുക്ക് എല്ലാവർക്കും അറിയാം, 2025 ട്രംപ് തുടങ്ങി വെച്ച താരിഫ് യുദ്ധം, രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതിലൂടെ അവിടെ അമേരിക്കയിൽ എത്തുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം വളരെ വലിയ വില വർദ്ധിച്ചിരിക്കുന്നു. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് രണ്ടാമത് യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. രണ്ടാമത് യുദ്ധം തുടങ്ങിയതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോട് കൂടിയിട്ട് എണ്ണ വില വമ്പിച്ച രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. ലോകത്തൊട്ടാകെ വർദ്ധിച്ചിരിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. 2026 എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വർഷമാണ്. മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോകുന്ന സന്ദർഭമാണ്. ആ മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ ഈ നിലവിലുള്ള വിലവർദ്ധനവും അതോടൊപ്പം ഈ പറഞ്ഞ തരത്തിലുള്ള യുദ്ധത്തിന്റെ ഫലമായിട്ടുള്ള വിലവർദ്ധനവും എല്ലാം കൂടി ചേർന്ന് അമേരിക്കക്കാരുടെ ജീവിതം, ലോകത്തുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു എന്നപോലെ തന്നെ അമേരിക്കക്കാരുടെ ജീവിതവും ദുസ്സഹമാക്കിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഈ നവംബർ മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ മുഴുവൻ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുണ്ട്. 3-ൽ 1 സെനറ്റർമാർ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. 3-ൽ 1 ഗവർണർമാരും പുതിയ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കാൻ പോകുന്നത്, ഈ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, ഇപ്പോൾ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നവംബർ മാസം നടക്കാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഈ ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നഷ്ടപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഒരു ആപത്ത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു അമേരിക്കയിലെ ഒരു വ്യക്തിക്ക് 2 തവണ മാത്രമാണ് പ്രസിഡന്റ് ആവാൻ കഴിയുന്നത്. ഈ 2ാമത്തെ തവണ ഈ മിഡ് ടേം ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ, അതായത് പാർലമെന്റ് രണ്ട് സഭകളിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ അങ്ങനെയുള്ള പ്രസിഡന്റിനെ പിന്നെ വിളിക്കുന്നത് ലെയിം ഡക്ക് പ്രസിഡന്റ് എന്നാണ്. എന്നാൽ ദുർബലനായ, അതായത് ശക്തമായ ഭരണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നിരന്തരമായി ഈ പാർലമെന്റ് പ്രസിഡന്റിന്റെ നടപടികളെ വിലക്കും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന പോകാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ലെയിം ഡക്ക് പ്രസിഡന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയിലെ വളരെ വലിയ അസംതൃപ്തി റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് ട്രംപിന് വോട്ട് ചെയ്ത റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നല്ല ശതമാനം ആളുകൾ, നമുക്കെല്ലാവർക്കും അറിയാം അമേരിക്ക മൊത്തത്തിലെടുത്താൽ ഈ യുദ്ധത്തിനെ അനുകൂലിക്കുന്ന വെറും 20% ആളുകളാണ്. അങ്ങനെ അതായത് 80% ആളുകൾ യുദ്ധത്തിന് പോകരുത് എന്നുള്ള അഭിപ്രായമാണ് ഉള്ളത്. നമുക്കറിയാം തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ, ട്രംപിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്ന ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം, ഈ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്നും 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനായി രാജ്യം സജ്ജമാണ് എന്നുമാണ് ഇറാൻ നേതാക്കൾ പറയുന്നത്. ദീർഘനാൾ യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റി ശരിക്കും ഇറാനുണ്ടോ? ഈ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു അസമമായ യുദ്ധമാണ്, അൺഈക്വൽ വാറാണ്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും ആധുനികങ്ങളായിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധ കൂമ്പാരമുള്ള ഒരു രാജ്യമായ അമേരിക്കയും, മറ്റൊരു ഭാഗത്ത് അതിൻ്റെ ആ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പശ്ചിമേഷ്യയിലെ ഏറ്റവും അധികം അത്യന്താധുനികങ്ങളായിട്ടുള്ള ആയുധങ്ങളുമുള്ള ഒരു രാജ്യമാണ്. ഈ 2 രാജ്യങ്ങൾ കൂടിയിട്ടാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും സാമൂഹ്യമായും വളരെ ദുർബലമായി നിൽക്കുന്ന ഇറാനെ ആക്രമിക്കുന്നത്. ഈ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം നടന്നിരിക്കുന്നു. യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ തരത്തിൽ ഈ യുദ്ധത്തിന്റെ ആഘാതങ്ങൾ ലോക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധതന്ത്രത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഈ യുദ്ധ വിദഗ്ധന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എത്ര വലിയ ശക്തിയാണെങ്കിലും
പിന്നെ യുദ്ധം നിരന്തരമായി നീണ്ടുപോയാൽ ഈ ദുർബലനായിരിക്കും അവസാനം ജയിക്കുക എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 20 വർഷക്കാലത്തോളം വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിനെതിരായി അമേരിക്ക യുദ്ധം നടത്തി. ആ യുദ്ധം നടത്തി അവസാനം എന്ത് സംഭവിച്ചു? അമേരിക്ക പരാജയപ്പെട്ട് വിയറ്റ്നാമിൽ നിന്നും മടങ്ങേണ്ടി വന്നു. ഏകദേശം 20 വർഷക്കാലത്തോളം അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടത്തി. അമേരിക്കയുടെ എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടത്തി. അവസാനം ആർക്കെതിരായിട്ടാണോ? താലിബാനെതിരായിട്ട് തുടങ്ങിയ യുദ്ധം താലിബാനെ തന്നെ വിളിച്ച് ഭരണം ഏൽപ്പിച്ചുകൊണ്ട് തടിയും പിന്നെ രക്ഷിച്ച് അവസാനം അമേരിക്കയ്ക്ക് ഓടേണ്ടി വന്നു. ഇറാഖിൽ അവർ യുദ്ധം നടത്തി. ഇറാഖിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിഞ്ഞു. പക്ഷേ അവരെന്താണോ അവിടെ ആഗ്രഹിച്ചത് അതൊന്നും നടന്നില്ല. എന്ന് മാത്രമല്ല, ആ രാജ്യം ഇന്ന് വളരെ അരാജകമായ അവസ്ഥയിലേക്ക് നീങ്ങി നിൽക്കുന്നു. ലിബിയയിൽ അത് സംഭവിച്ചു. ഇതെല്ലാമാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധം നീണ്ടുപോയാൽ ദുർബലനായിരിക്കും അവസാനം വിജയിക്കുക. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താണ്? ഈ രാജ്യം പിന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഈ കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. കരയുദ്ധം ആരംഭിക്കുന്നത് പിന്നെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമായിരിക്കും എന്നാണ് ഈ സൈനിക വിദഗ്ധന്മാർ പറയുന്നത്. കാരണം ഈ 9 കോടിയിലേറെ ജനങ്ങളുള്ള ഒരു രാജ്യത്ത് കടന്നു കയറി, പ്രത്യേകിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഷിയ വിഭാഗത്തിന്റെ വളരെ സുഘടിതമായ ഒരു കേന്ദ്രീകരണമുള്ള ഒരു രാജ്യം, നിരവധി തട്ടുകളായി ഭരണം നിലനിൽക്കുന്ന രാജ്യം. അവിടെ പിന്നെന്താണ് പരമോന്നത നേതാവിന്റെ കീഴിൽ തന്നെ ഗാർഡിയൻ കൗൺസിലുണ്ട്, ഹൗസ് ഓഫ് എക്സ്പേർട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗം IRGC എന്ന് പറയുന്ന പരമോന്നത നേതാവിനോട് മാത്രം കൂറുള്ള വലിയ സൈനിക കേന്ദ്രം, അതിന്റെ കീഴിൽ ബസീജ് എന്ന് പറയുന്നത്, അതിന്റെ കീഴിൽ ഖുദ്സ് എന്ന് പറയുന്ന വിഭാഗം, അങ്ങനെ എത്രയോ വിഭാഗങ്ങൾ അവിടെയുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന സേന. അപ്പൊ ഈ തരത്തിൽ ഇത്രമാത്രം ഈ സമുദായത്തോടും അവരുടെ രാഷ്ട്രീയത്തോടും മതപരമായ തരത്തിൽ തന്നെയുള്ള കൂറ് പുലർത്തുന്ന ഒരു രാഷ്ട്രത്തിലേക്കും അമേരിക്ക പോലെയുള്ള രാജ്യം കടന്നു കയറി അവിടെ ഭരണമാറ്റം നടത്തി കളയാമെന്ന് വിചാരിക്കുന്നത് പിന്നെ വളരെ യാഥാർത്ഥ്യബോധമില്ലാത്തൊരു തീരുമാനമാണ് എന്നുള്ള സംശയമില്ല. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന, അതോടൊപ്പം ഇസ്രായേലിന് നഷ്ടം ഉണ്ടാകാൻ പോകുന്ന ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന പിന്നെ മരണങ്ങളും നഷ്ടങ്ങളെ കുറിച്ചും പൊതുസമൂഹം അറിയുന്നില്ല. കാരണം അവിടെ നടക്കുന്ന ഒരു വാർത്തകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന കർശനമായ നിർദ്ദേശം ഇസ്രായേൽ ഭരണകൂടം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് പൊതുസമൂഹം അറിയാത്തത്. അപ്പൊ അവർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ മേഖലയിലൊട്ടാകെ ലെബനനിൽ വളരെ വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ നോക്കുമ്പോൾ യുദ്ധം വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യം തകർക്കപ്പെടാൻ കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഇപ്പൊ നമുക്കറിയാം, ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സൂക്ഷ്മമായി എവിടെ വേണമെങ്കിലും ഇറാനെ ആക്രമിക്കാം. കാരണം ഇറാനിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളില്ല, ഇറാന് വളരെ ശക്തമായിട്ടുള്ള വ്യോമസേനയില്ല. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്ക എവിടെയാണോ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇസ്രായേൽ എവിടെയാണോ ഇറാനിൽ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവിടെയൊക്കെ ആക്രമിക്കാൻ പറ്റും. ആ രാജ്യത്തെ ഈ ഗാസ ഇല്ലാതാക്കിയതുപോലെ തകർത്ത് തരിപ്പണമാക്കാനൊക്കെ പറ്റും. പക്ഷെ ആ രാജ്യത്തെ ജനങ്ങളെ കീഴടക്കാനായിട്ട് കഴിയില്ല. നമുക്കറിയാം, വെറും 365 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഏതാണ്ട് 23 ലക്ഷം മാത്രം ജനങ്ങളുള്ള ഈ പിന്നെ ഗാസ എന്ന് പറയുന്ന പ്രദേശത്ത് പോലും ആ ജനങ്ങളെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല, 2 വർഷത്തിലേറെ യുദ്ധം ചെയ്തിട്ടും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് 9 കോടി ജനങ്ങളുള്ള ആ രാജ്യത്തെ കീഴടക്കാൻ ഒരു രാജ്യത്തിന് കഴിയും എന്ന് പറയുന്നതിനേക്കാൾ വിഡിത്തം നിറഞ്ഞ ഒരു നീക്കം വേറെ ഉണ്ടാകത്തില്ല. അപ്പൊ യുദ്ധം നീണ്ടുപോയേക്കാം, ഇസ്രായേലിനെ സൈനികമായും അല്ലെങ്കിൽ സാമ്പത്തികമായും ദുർബലമാക്കിയേക്കാം. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ദുർബലമാക്കിയേക്കാം. പക്ഷേ ഇറാനെ കീഴടക്കുക എന്ന് പറയുന്ന കാര്യം നടക്കില്ല. അന്തിമ വിജയം വാസ്തവത്തിൽ ഇറാന് തന്നെയായിരിക്കും ഉണ്ടാവുക. പല വിദഗ്ധരും വിലയിരുത്തിയത് ഇറാന്റെ പടക്കോപ്പുകൾ തീരാറായി എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ആയുധങ്ങളുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു. വജ്രായുധം ഇനി പ്രയോഗിക്കും എന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഡ്രോണുകളും ചെറിയ മിസൈലുകളും ഉപയോഗിച്ച് എതിരാളിയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറച്ച് അവസാനം വലിയൊരു തിരിച്ചടിക്ക് കാത്തിരിക്കുകയായിരുന്നു ഇറാൻ. ശരിക്കും ഇറാന്റെ വാരിക്കുഴിയിൽ വീണു ട്രംപ്? അങ്ങനെ വിലയിരുത്തേണ്ടി വരുമോ? ഈ ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അമേരിക്ക പ്രത്യേകിച്ച് മനസ്സിലാക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത്, ഈ മേഖലയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ബോധ്യമില്ലാതെയാണ് അവർ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ ഒരു ബോധ്യം അവർക്ക് ഇല്ലാതെ പോയതിന്റെ കാരണം ഒരുപക്ഷെ ഈ 2025 ജൂണിലൊരു ആക്രമണം നടന്നു ഈ ഇറാനെതിരായിട്ട്. ഇസ്രായേൽ തുടങ്ങി വെച്ചു, അമേരിക്ക അവസാനം ആക്രമിച്ച് യുദ്ധം അവസാനിച്ചു. അപ്പൊ അന്ന് ഈ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ ഈ ഇറാൻ തിരിച്ചാക്രമിച്ചത്
പിന്നെ ഖത്തറിലെ അൽ ഉദൈദ് എന്ന് പറയുന്ന അമേരിക്കയുടെ സേനാ കേന്ദ്രത്തെയാണ്. ആ സേനാ കേന്ദ്രത്തെ ആക്രമിച്ചപ്പോൾ തന്നെ അവർ അമേരിക്കയോട് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഖത്തറിലെ അൽ ഉദൈദ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രം ആക്രമിച്ചത്. അവർ കരുതിയത് ഇപ്പോഴും അമേരിക്ക ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രതീകാത്മകമായ തിരിച്ചടികളെ ഉണ്ടാവുമെന്ന് കരുതുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുമെന്ന് ഇറാൻ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇറാൻ നിരന്തരമായി ആവർത്തിച്ച് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളെ ഈ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കെതിരായ തിരിച്ചടി നൽകാൻ ഞങ്ങളുടെ രാഷ്ട്രത്തിൽ നിന്നും 10,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന അമേരിക്കയിൽ പോയി യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുക, അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലുള്ള ഞങ്ങളുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, സൗദി അറേബ്യ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കെതിരെ ഞങ്ങൾ തിരിച്ചടി നടത്തും എന്ന് വളരെ ശക്തമായി പറഞ്ഞിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവർ പറഞ്ഞത്, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണയുടെ സഞ്ചാരം ഞങ്ങൾ തടയും, കപ്പലുകളുടെ സഞ്ചാരം ഞങ്ങൾ തടയും എന്ന് പറഞ്ഞിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളെയും ഗൗരവമായിട്ട് എടുത്തില്ല ട്രംപും ഭരണകൂടവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ഈ യുദ്ധം നടന്നു, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ താവളങ്ങൾക്കെതിരെ അതിശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാരെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രവാസികളായി ജോലി ചെയ്യുന്നു. അതിൽ തന്നെ 30 ലക്ഷത്തോളം ആളുകൾ മലയാളികളാണ്. ഇങ്ങനെയുള്ള ഈ ജനതയും അവരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളും വളരെ ഭയപ്പാടോടെയാണ് കഴിയുന്നത്, ആശങ്കയോടെയാണ് കഴിയുന്നത്. കാരണം ഈ യുദ്ധം ഇങ്ങനെ കൂടുതൽ ദിവസങ്ങളിലേക്ക് പോയാൽ പല പ്രോജക്റ്റുകളും അവസാനിപ്പിക്കാൻ അവിടുത്തെ കമ്പനികൾ തയ്യാറാവും, ഭരണകൂടങ്ങൾ തയ്യാറാവും. അങ്ങനെ പ്രോജക്റ്റുകൾ തയ്യാറായി നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവും. വാസ്തവത്തിൽ ഈ യുദ്ധത്തിൽ മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ വല്ല പങ്കുണ്ടോ? പങ്കുമില്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ കൂടി പ്രതിസന്ധിയിലാകുന്ന തരത്തിലുള്ള യുദ്ധമാണ് അമേരിക്കയും ഇസ്രായേലും തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഇറാൻ അടച്ചിരിക്കുന്നു. ഇപ്പൊ എന്താ പറഞ്ഞത്, ഹോർമുസ് കടലിടുക്കി അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടൻ തുറന്ന് കൊടുക്കും, ഞങ്ങൾ ഉടനെ പ്രത്യാക്രമണം നടത്തി ഇറാനെ അവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ 3-ാമത്തെ ആഴ്ചയായി ഈ ഇറാൻ എണ്ണ ചലിക്കുന്നില്ല ആ ഭാഗത്തേക്ക്. അതായത് ഇറാൻ പറയുന്ന കപ്പലുകൾക്ക് മാത്രമേ, ഇന്ത്യയുടെ 2 കപ്പലുകളെ അവിടുന്ന് അവരയച്ചു. അപ്പൊ ഇറാൻ അനുവാദം കൊടുക്കുന്ന കപ്പലുകൾക്ക് മാത്രമാണ് പോകാൻ കഴിയുന്നത്, അല്ലാത്ത ഒരു കപ്പലും ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ട്രംപ് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഈ കപ്പലുകൾ, നമുക്കറിയാം ഓരോ യാത്രയ്ക്കും കപ്പലുകൾ ഇൻഷുർ ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ ഇൻഷുർ ചെയ്യപ്പെടുന്നതിന് വലിയ തുകയാണ് കൊടുക്കേണ്ടി വരിക. ഇങ്ങനെ സംഘർഷമുള്ള സമയത്ത് ഇൻഷുറൻസ് തുക വളരെ ഭീമമായി, അതായത് ഒരു യാത്രയ്ക്ക് പകരം 1 വർഷമുള്ള യാത്രയുടെ ഫീസ് ഒരുമിച്ച് കൊടുക്കേണ്ട, അതായത് അത്രയും വലിയ ഫീസ് കൊടുത്താൽ മാത്രമേ ഒരു യാത്ര ചെയ്യാൻ കഴിയൂ. അത്തരത്തിൽ ഈ ഇൻഷുറൻസ് തുക വർദ്ധിക്കും. അപ്പൊ അത് ഞങ്ങൾ കുറച്ച് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടത്, ഞങ്ങളുടെ പട്ടാളം വന്ന് ഈ കപ്പലുകളെ അകമ്പടി സേവിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും നടന്നില്ല, ഇതുവരെ നടന്നില്ല. ഇപ്പൊ ട്രംപ് എന്താ പറയുന്നത്? ട്രംപ് ഇപ്പൊ പറയുന്നത് ചൈന, റഷ്യ, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരെല്ലാവരും വന്നുകൊണ്ട് ഈ പ്രദേശം സ്വതന്ത്രമാക്കി കൊണ്ടുപോകാനുള്ള നടപടി എടുക്കും എന്ന് പറഞ്ഞാൽ അത് പരാജയം സമ്മതിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പരാജയം സമ്മതിച്ചിരിക്കുന്നു ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ. അവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം, അതായത് ഇതിന്റെ ജിയോ പൊളിറ്റിക്സ്, അതായത് ഈ എണ്ണ എന്ന് പറയുന്നതിനെ ആയുധവൽക്കരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. കാരണം അവർക്കറിയാം അവർ ദുർബലമായ രാജ്യമാണ്. ഇറാൻ നേരിടുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ഇറാന് മുകളിൽ ഇസ്രായേലും അമേരിക്കയും അടിച്ചേൽപ്പിച്ച യുദ്ധം എന്താണ് വാസ്തവത്തിൽ? ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുള്ള എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതെല്ലാം എടുത്ത് അവർ ഉപയോഗിക്കും. അവരുടെ കയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആയുധങ്ങൾ, ഒന്ന് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമാണ്. ആ ബാലിസ്റ്റിക് മിസൈലുകൾ അവർക്ക് പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയുന്നതാണ് ഒന്ന്. അതുപോലെ തന്നെ അവരുടെ ഈ ഡ്രോൺ നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരെ പെട്ടെന്ന് അവർക്ക് ഡ്രോൺ നിർമ്മിക്കാൻ കഴിയും. ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ നിർമ്മിച്ചുകൊണ്ട് വളരെ വില കൂടിയ കപ്പലുകളെയും വിമാനങ്ങളെയും ഒക്കെ, അല്ലെങ്കിൽ എണ്ണ കേന്ദ്രങ്ങളെയും ഒക്കെ ആക്രമിക്കാനും അവർക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശേഖരം ഇനിയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുള്ള ഒരുപാട് വലിയ അത്യന്താധുനിക ആയുധങ്ങളില്ലെങ്കിലും അവരുടെ കയ്യിലുള്ള ആയുധ ശേഖരത്തെക്കുറിച്ച് ലോകത്തിന് ഇപ്പോഴും അറിയത്തില്ല. അക്കാര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും
പിന്നെന്താണ് ഭയവുമുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്ക് ഭയമുണ്ട്. കാരണം ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കയുടെ പട്ടാളം അയക്കും, അമേരിക്ക ഇൻഷുറൻസ് ഇളവ് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു കപ്പൽ പോലും ഹോർമുസ് കടലിടുക്കിൽ പോകാൻ തയ്യാറാവുന്നില്ല. കാരണം ഒരു സ്പീഡ് ബോട്ടോ ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു ഡ്രോണോ വന്ന് ഒരു കപ്പലിൽ പതിച്ചു കഴിഞ്ഞാൽ അതോടെ കപ്പലിന്റെ കാര്യങ്ങളെല്ലാം അപകടത്തിലാവും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം, പശ്ചിമേഷ്യയിലെ സാഹചര്യം, എണ്ണ എന്ന് പറയുന്ന സമ്പത്തിന്റെ പ്രശ്നം, ഇതൊന്നും മനസ്സിലാക്കാതെ എടുത്തു ചാടിയ ട്രംപിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ നടപടിയാണ്. ആ വിഡ്ഢിത്തം നിറഞ്ഞ നടപടിയിലേക്ക് ഇസ്രായേല് കൊണ്ടുവന്ന നടപടിയാണ്. ഇറാനെതിരെ നടത്തിയ ആവശ്യമില്ലാത്ത ആക്രമണമാണ് ലോകത്തെ. ഇപ്പോൾ നമുക്കറിയാം പാചകവാതകമില്ല, ഒരുപാട് കടകൾ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പൂട്ടുന്നു, അവിടുന്ന് ആൾക്കാർ ജീവനം കൊണ്ട് പോകേണ്ടി വരുന്നു, ഈ വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഘർഷം നിറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് ലോകത്തെ കൊണ്ടുപോയതിന്റെ പ്രധാന ഉത്തരവാദി ഇസ്രായേലും അമേരിക്കയുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.